വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനിരിക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഞാൻ എൻ്റെ ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് അപ്പം കാണുന്നത്, +2 അല്ല, ഒരു 10ാം ക്ലാസ് തൊട്ടേ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഒരു +2 ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പിന്നെ കാണുന്നത് വീട്ടിൽ ഒരു പരിധിയിൽ കൂടുതൽ നടക്കുന്ന അക്രമമാണ്. ഡാഡി കൂളിന്റെ വക അമ്മയുടെ നേർക്കുള്ള അക്രമം. അല്ല, എനിക്ക് അറിയാൻ മേലാത്തൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആ ഒരു നടനോട് ഈ മാധ്യമങ്ങൾക്കൊക്കെ ഇത്രയ്ക്കൊരു വിരോധം? എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. ഒരു പേഴ്സണൽ ഗ്രഡ്ജ് പല മാധ്യമ പ്രവർത്തകർക്കും ഈ ഒരു വ്യക്തിയോടുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിപ്പോ കാര്യം പറയാം, വേറൊന്നുമല്ല. ഇന്നലെ നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പല സിനിമാ പ്രവർത്തകർ, ലൈക്ക് പല ആക്ടേഴ്സ്, ആക്ട്രസസ് എല്ലാം അവരുടെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നത് ഇന്നലെ തൊട്ട് പല വാർത്താ മാധ്യമ ചാനലുകൾ വഴിയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരുടെ ആസിഫലിയൊക്കെ ഇന്നലെ പറഞ്ഞതും സംസാരിച്ചതും ഒക്കെ ഇപ്പം കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഷൈനിന്റെ അടുക്കല് ഇന്നലെ എനിക്ക് തോന്നുന്നു മറ്റേ അമ്മയുടെ ഒരു പ്രോഗ്രാം ഇന്നിപ്പോ ചൊവ്വാഴ്ച ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റിഹേഴ്സൽ ക്യാമ്പിലോ എന്തോ ചെന്നതായിരിക്കും ഷൈൻ. അപ്പൊ അവിടെ പുറത്ത് വെച്ചിട്ട് നമ്മുടെ മീഡിയ ആളുകൾ ചെന്നിട്ട്, പത്രപ്രവർത്തകർ ചെന്നിട്ട് അണ്ണനോട് ചോദിക്കുന്നുണ്ട്, മകനെ പറയൂ, എന്താണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ള രീതിയിൽ പുള്ളിയെടുക്കെ ചെന്നു, പുള്ളിയെടുക്കെ ചോദിക്കുന്നു. പുള്ളി അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. എനിക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഉപരി വേറെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റിയാണ് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാൻ, കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, ചോദിക്കാനല്ല ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളുമായിട്ട്. കാരണം അതിനകത്ത് വീഡിയോ കാണും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഡ്രഗ്സ് ഉപയോഗം ശക്തമാണെന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം. ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാ സിനിമാ മേഖലകളിൽ? ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ? അങ്ങനെ എന്തോ പഴുന്നില്ലേ എന്തോ. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഇത് നമ്മുടെ ഹേമ കമ്മീഷനകത്ത് ഉള്ള ഒരു പോയിന്റ് ആണ് ഇവർ ചോദിച്ചത്. അതായത് ഡ്രഗ്സ് ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ സിനിമാ മേഖലയിൽ എന്നുള്ളൊരു കാര്യം ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നു. അപ്പം ഷൈൻ പറയുന്നു ഡ്രഗ്സിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് പുള്ളി ചോദിക്കുന്നത്, സിനിമാ മേഖലയിൽ സിനിമാക്കാർക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ എന്നുള്ള അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ എന്നുള്ള രീതിയിൽ പുള്ളിയോട് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ഒരു പഴഞ്ചൊല്ലും ഇല്ല, അങ്ങനെ എങ്ങും എവിടെയും പറഞ്ഞ് എഴുതി വെച്ചിട്ടൊന്നുമില്ല. സിനിമാക്കാർക്ക് മാത്രമേ ഈ ഒരു സാധനം, അല്ലെങ്കിൽ സിനിമാക്കാർക്ക് ഇത് ഉപയോഗിക്കാം എന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതിവിടെ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തത്. ഇനി ബാക്കി ഒന്ന് കേൾക്കുക. ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അല്ലേ? മദ്യവും സിഗരറ്റ് അത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, മദ്യവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വേൾഡ് മോസ്റ്റ് വേസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ? സിഗരറ്റും ഡ്രിങ്ക്സും, വേസ്റ്റ് ഡ്രഗ്സ്. അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ. സോ ചോദ്യം ഇതാണെന്നല്ല, അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കും. റിപ്പോർട്ടർ, അവിടെ നിൽക്കുന്ന റിപ്പോർട്ടർ പറയുന്ന കേട്ടല്ലോ നിങ്ങൾ. ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു അവിടെ. അതായത് ഏറ്റവും നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കൂ എന്ന് ഷൈൻ ടോം ചാക്കോ പറയുന്നുണ്ട്. അപ്പോൾ കാണിക്കുന്ന ഡ്രഗ്സ്, ഏറ്റവും പ്രശ്നമുള്ള ഡ്രഗ്സ് ഏതാണെന്ന് നോക്കാൻ നേരത്തെ അവിടെ കാണിക്കുന്നത്, ഗൂഗിളിൽ പോയി നമ്മൾ നോക്കുമ്പോൾ കാണിക്കുന്നത് ആൽക്കഹോളും സിഗരറ്റുമാണ് എന്നുള്ളൊരു സാധനം ഷൈൻ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന റിപ്പോർട്ടർ പറയുന്നു, മദ്യവും സിഗരറ്റും ഒന്നും ഡ്രഗ്സിൽ വരത്തില്ല എന്നുള്ളൊരു സാധനം അവിടെ നിൽക്കുന്ന മുന്തി ഏതോ റിപ്പോർട്ടർ പറയുന്നുണ്ട്. റിപ്പോർട്ടർ എന്ന് പറയുമ്പോൾ ഒരു റിപ്പോർട്ടർ ആവുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ആകുന്ന ചില റിപ്പോർട്ടർമാര് കാണുമായിരിക്കും. പക്ഷെ ഒരു റിപ്പോർട്ടർ ആവുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ, അത്യാവശ്യം വിവേകം വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷൈൻ പറഞ്ഞത് തന്നെ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ കാണിക്കുന്നത് നമുക്ക് നോക്കാമല്ലോ. ഷൈൻ പറഞ്ഞതുപോലെ തന്നെ വേൾഡ്സ് മോസ്റ്റ് വേഴ്സ്റ്റ് ഡ്രഗ്സ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് ഡ്രഗ്? Scientists from the National Institute on Drug Abuse answer common questions teens ask about drug use and addiction. The episode What is the Worst Drug introduces viewers on the dangers of finality and the staggering mortality rate of nicotine and alcohol use. Transcript നമുക്ക് നോക്കാം ബാക്കിയും കൂടെ.
That is very complicated question because like it depends on what kind of worst are you thinking of. And alcohol and nicotine are the most pervasive used drugs, and because of that they are also accountable for a lot of deaths and also health issues because of the prolonged use of these drugs or being like use of alcohol. And right now in the US നമുക്ക് താഴത്തേക്ക് ഒന്നുകൂടെ പോയി നോക്കാം. ടോപ്പ് 10 മോസ്റ്റ് ഡേഞ്ചറസ് ഡ്രഗ്സ് നോക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? താഴത്തോട്ട് പോട്ടെ, നോക്കാം നമുക്ക്. Addiction experts have been assessing the danger of psychoactive substances for the last 15 years. Scientific papers and classification system rank over 300 different drugs in order of the most harmful and the least beneficial to the health. The usual suspects are always there: alcohol, tobacco, heroin, methamphetamine. ഏറ്റവും ആദ്യമേ കാണിക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ആദ്യമേ കാണിക്കുന്ന എന്താ നിങ്ങൾ കണ്ടോ? ആൽക്കഹോളും നിക്കോട്ടിനുമാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഡ്രഗ്സ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ഡ്രഗ്സ് മലയാളത്തിൽ എന്താ? മയക്ക് മരുന്ന്. ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനവും അത് കുടിച്ചു കഴിഞ്ഞാൽ, വല്ലപ്പോഴും കഴിക്കുന്ന ഒരാളാണ് ഞാൻ, എനിക്കറിയാം, ഒരു മയക്കമാണ്. മനസ്സിലായില്ലേ? അത് മനുഷ്യനെ മയക്കും. മനുഷ്യന്റെ പണ്ടത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ മറന്നു ഇങ്ങോട്ട് വലിയ വിട്ട്. അതും മയക്കും. നേരെ സിഗരറ്റിലേക്ക് വരിക. സിഗരറ്റ് മയക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ സിഗരറ്റ് ഏറ്റവും ദൂഷ്യം, മനുഷ്യന്റെ ബോഡിക്ക് ഏറ്റവും, എനിക്ക് തോന്നുന്നു ഈ ഡ്രഗ്സിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും പെട്ടെന്ന് അഫക്ട് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും സിഗരറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സോ മനുഷ്യന് ഹാർംഫുൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ തന്നെയാണ് ഈ ഒരു കള്ളും സിഗരറ്റും. അതിവിടെ വിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് സപ്പോർട്ട് കൂടി ലീഗലായിട്ട് വിൽക്കുന്നു. മനുഷ്യന് ദൂഷ്യമാവുന്ന ഏറ്റവും വലിയ രണ്ട് സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നു ലീഗലായിട്ട്. അത് തെറ്റല്ലേ? ഇനിയും ഷൈൻ്റെ ബാക്കി വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഞാൻ ആ പറഞ്ഞൊരു കാര്യം ഒന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ മീഡിയക്കാർ കിടന്നിട്ട് കൊണകൊണാവാൻ വേറെ വർത്താനമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? ഞാൻ പോയി എനിക്കതാ തോന്നിയത്. എന്തെങ്കിലും ഇനി ഇയാൾ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ? അതോ ചുമ്മാ കിടന്ന് മറ്റേ നാക്കിട്ടടിക്കുന്നതാണോ? ഇനി ഇയാളെ പറ്റിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എന്തായാലും ഈ പറയുന്നത് ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്യാം, എന്നിട്ട് ബാക്കിയിലേക്ക് പോകാം. മദ്യവും സിഗരറ്റും ഞാൻ അതിൽ ഉൾപ്പെടുത്തും. മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ്. അതിനെന്താ ഞാൻ പറയണ്ടപ്പോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ആണ്. മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും. മാരക. അതല്ലേ ഞാൻ പറഞ്ഞത്. മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംസാരം. ജയിലിൽ പോയത് എന്തിനാണെന്ന് അറിയില്ല. ജയിലിൽ പോയത് എന്തിനാണെന്ന് അറിയില്ല. അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് സംസാരിക്കാം. ഞാൻ ജയിലിൽ പോയ കഥയൊക്കെ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്ക് പോവാം. അതായത് ഷൈൻ അവിടെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു വ്യക്തി അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു. മ്യാരകം സിഗരറ്റും ആൽക്കഹോളും ഒന്നും അത്ര മ്യാരകമല്ല. അവന്റെ മുന്നിൽ ഡ്രഗ്സ് മാത്രമാണ് ഏറ്റവും വലിയൊരു മ്യാരകം. ഈ വലിച്ചു കയറ്റുന്ന സിഗരറ്റ് ഒന്നും ഒരു മ്യാരകമല്ലെന്നാണ് ഏതോ ഒരു ചേട്ടൻ അവിടെ നിന്ന് പറയുന്നത്. റിപ്പോർട്ടർ ചേട്ടനാണ്. അപ്പൊ ആ റിപ്പോർട്ടർ ചേട്ടന്മാരെ നിങ്ങൾ ചോദിക്കുന്നത് തന്നെ, നിങ്ങൾ എന്ത് ചോദിക്കുന്നോ അപ്പുറം നിന്ന് മറ്റേ അതിന് മാത്രം മറുപടി തരാനായിട്ട് ഒരു യന്ത്രമൊന്നും അല്ല ഓപ്പോസിറ്റ് നിൽക്കുന്നത്, മനുഷ്യനാണ്. ആ മനുഷ്യന് നിങ്ങൾ ചോദിക്കുന്നതിനകത്ത് പറയാൻ ഉത്തരങ്ങളും കാണും, നിങ്ങൾ ചോദിക്കുന്നതിനകത്തു നിന്നുള്ളൊരു ചോദ്യം കാണും ചിലപ്പോൾ തിരിച്ച് ചോദിക്കാൻ, നിന്റെയൊക്കെ വായടപ്പിക്കാൻ. അതവിടെ നടന്നു, മക്കൾക്ക് പിടിച്ചില്ല. അത് പിടിക്കാതെ വന്നപ്പോൾ ലാസ്റ്റ് ആ പുള്ളിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ കേട്ടായിരുന്നോ? എനിക്ക് അത് മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത്. അതായത് പണ്ടത്തെ പുള്ളിയുടെ ഒരു കേസുണ്ട്, ഡ്രഗ്സിന്റെ കേസിൽ തന്നെ അണ്ണൻ കുറച്ച് നാൾ അകത്ത് പോയി. അത് പറഞ്ഞ് ഇപ്പൊ എങ്ങനെ അത് ചോദിക്കാൻ പറ്റും? ഇതാണ് ശരിക്കുള്ളൊരു മാധ്യമപ്രവർത്തകന്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ ഇവിടെ കണ്ടു. അവന് പൊട്ടി, അവനോട് ഓരോ ചോദ്യങ്ങൾ ഈ വ്യക്തി ഓരോന്ന് ചോദിച്ചപ്പോ അവന്റെ വായടഞ്ഞു. ഉടനെ അവൻ തിരിച്ചു കൊടുത്ത സാധനം ഇതാണ്. നിങ്ങൾ ഡ്രഗ്സിന്റെ കേസിൽ അന്ന് പോയത് ആ ഒരു സാധനോട് ഇട്ട് കൊടുത്തു, മനസ്സിലായില്ലേ? അപ്പോഴാണ് ഷൈനിന് പൊട്ടി. ഷൈൻ തിരിച്ച് ചോദിക്കാൻ വന്നപ്പോഴത്തേക്ക് കൂടെ നിന്ന ആള് പിടിച്ച് അകത്ത് കൊണ്ടുപോയി. ഇതാണ് അവിടെ സംഭവിച്ചത്. ഹേമ കമ്മീഷന്റെ കേസും പറഞ്ഞ അവിടെ സംസാരം തുടങ്ങി ലാസ്റ്റ് എവിടെ കൊണ്ട് എത്തിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ?
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില റിപ്പോർട്ടർമാരെ ഈ ഒരു കേസിലാണ് എനിക്ക് ദേഷ്യം. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ദേഷ്യമായി പോകും. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു, കുറെ ചെറ്റത്തരങ്ങൾ ചില മാധ്യമ പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് വയനാടിന്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അതൊക്കെ വിടുക പോട്ടെ. ഇവിടെ എന്താണ് അവൻ കാണിച്ചത്? ആ റിപ്പോർട്ടറിന്റെ പേരോ ഏത് ചാനലോ ഒന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്താണ് കാണിച്ചിരിക്കുന്നത്? വളരെ മോശമായി പോയി ലാസ്റ്റ് അവനാ പറഞ്ഞത്. അത് മാത്രം എനിക്കെന്താ അത് വളരെ മോശമായിട്ട് തോന്നിയെന്നറിയോ? ഇത് ഞാൻ ആ ഒരു ക്ലിപ്പും കൂടെ നോക്കി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഞാനത് എവിടെയോ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതാണ്. ഈ ഒരു ദിവസം തന്നെ, ഇന്നലത്തെ ദിവസം തന്നെ ഈ ഒരു ബൈറ്റ് ഇത് കഴിഞ്ഞിട്ടാണോ ഇതിന് മുമ്പാണോ എവിടെയോ ഒരിടത്ത് വെച്ചിട്ട് ഷൈൻ തന്നെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ഡ്രഗ്സിന്റെ ഷൈൻ യൂസ് ചെയ്യുന്നതിനെ പറ്റി ഷൈൻ പറയുന്നുണ്ട്. അതായത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഷൈൻ വ്യക്തം. എനിക്ക് തോന്നുന്നു ഇപ്പൊ മാത്രമല്ല, ഇനി മുമ്പും ഷൈൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആളാണ്, പക്ഷെ നിർത്തി എന്നൊരു കാര്യം ഷൈൻ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? പുള്ളി ഉപയോഗിച്ചിട്ടില്ല എന്നൊന്നും പുള്ളി എങ്ങും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇന്നലെ തന്നെ പുള്ളി പറയുന്നത് ഞാൻ കേട്ടു. പുള്ളി എന്തോ ലൈൻ എങ്ങാണ്ട് അടിക്കുന്നതിനെ പറ്റിയോ അങ്ങനത്തെ കഥകളൊക്കെ പുള്ളി ഇന്നലെ പറയുന്നത് ഞാൻ കേട്ടു. ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ആ വ്യക്തി സമ്മതിക്കുന്നുണ്ട്. ഒരു വ്യക്തി അയാൾ ഒരു തെറ്റ് ചെയ്തു, വളരെ വളരെ വലിയൊരു തെറ്റ് തന്നെ. ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ, ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ആ തെറ്റ് അയാൾ ചെയ്തു, അയാൾ ഇത് ഇപ്പോഴും തുറന്നു പറയുന്നുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഈ ഒരു ക്ലിപ്പിൽ നിങ്ങൾ കണ്ടില്ലേ, എന്നിട്ടും അവിടെ വീണ്ടും ആ വന്ന് കുത്തുന്ന മാധ്യമ പ്രവർത്തകനെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? അവനോടൊരു കാര്യം തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവന് മിണ്ടാട്ടമില്ല. അവൻ പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ് മയക്കുമരുന്ന്. എന്നാൽ മയക്കുമരുന്ന് വലിയ തെറ്റ് തന്നെയാണ്, ഒരിക്കലും ഞാൻ അതിനെ ചെറുതായിട്ട് കാണുന്നില്ല. എന്നാൽ അതുപോലെ തെറ്റാണ് സിഗരറ്റും കള്ളും ഒക്കെ. അതുകൊണ്ട് ഗവൺമെന്റിന് കാശ് വേണം, മനസ്സിലായില്ലേ? ഇതിനകത്തുനിന്ന് കാശ് വേണം. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കുറെ ചേട്ടന്മാരെ കുടിപ്പിച്ചും വലിപ്പിച്ചും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിന് കാശ് കിട്ടുന്നു. എല്ലാവരും ഒന്ന് നിർത്തിക്കേ പരിപാടി. ഒന്ന് വലയുവോ ഗവൺമെന്റ്? ഒന്ന് വലയുവോ? എന്നിട്ട് ഇവന്മാരുടെ എടോ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ആൽക്കഹോളിന്റെ കേസ് ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു ടോപ്പിക്ക് വന്നപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നത്. കാരണം ചേട്ടന്മാരെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ ഡ്രഗ്സ് അടിച്ചെങ്കിൽ മാത്രമേ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താ മെറ്റാഫിറ്റമിൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചെങ്കിൽ മാത്രമേ ഒരു കുടുംബം നശിക്കൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരിക്കില്ല. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഈ ആൽക്കഹോൾ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന സാധനമാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഒരു കാര്യം. അത് ഗവൺമെന്റിന് ഒരുപാട് കിട്ടുന്നുണ്ട് അതിനകത്തുനിന്ന്. എന്ന് വെച്ചിട്ട് എന്തോരം കുടുംബങ്ങൾ നിങ്ങൾക്ക് അറിയോ? പുറത്ത് നിൽക്കുന്നവർക്ക് അത് അറിയത്തില്ല. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പൊ ഈ റിപ്പോർട്ടർ ആ ഒരു ചേട്ടൻ പറഞ്ഞത് കൊണ്ട്, അതായത് ആ ചേട്ടനെ സംബന്ധിച്ച് മദ്യം സിഗരറ്റ് എന്ന് പറയുന്നത് വലിയ മനുഷ്യന്മാർക്ക് വലിയ ദൂഷ്യമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. മറ്റേ എന്താണ് ഈ MDMA കഞ്ചാവ് ഇത് മാത്രമാണ് വലിയ ദൂഷ്യം എന്നൊക്കെ ചില ആളുകൾക്ക്, ആ റിപ്പോർട്ടർ അവിടെ സംസാരിച്ച മാത്രമല്ല, ചില ആളുകൾക്ക് ഒരു ചിന്താഗതി ഉണ്ട്. ഇങ്ങനെ ഈ ഒരു സാധനം അവരുടെ പെർസ്പെക്റ്റീവ് ഇതാണ്. സോ അതുകൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്യാണ്. ഞാൻ വല്ലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ചിലപ്പം വൺസ് ഓർ ട്വൈസ്, കൂടിപ്പോയ 2 പ്രാവശ്യം എവിടെയെങ്കിലും നല്ലൊരു ബാറിൽ പോയിരുന്ന് എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ വരികയാണെങ്കിൽ ചിലപ്പോൾ പോയിരുന്ന് ഒരു 2 ബിയറൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എൻ്റെ ലിമിറ്റ്. അതും എനിക്ക് തോന്നിയാൽ, ചില മാസങ്ങളിലൊന്നും ഉണ്ടാവത്തില്ല. അതും ചിലപ്പോൾ എനിക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇല്ല. ഒരാൾക്ക് ഒരിക്കലും എന്നെ ഫോഴ്സ് ചെയ്തടാ കഴിക്കടാ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ കഴിക്കുന്ന ഒരു വ്യക്തിയല്ല. നടക്കത്തില്ല, അതിവിടെ ഇറങ്ങത്തില്ല. നേരെ മറിച്ച് എൻ്റെ അച്ഛൻ ഒരു കാലത്ത് ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഒരു ഏജിൽ പുള്ളിയപ്പോൾ കൂടുതലും ബിസിനസ്സിലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു ക്വാളിറ്റി കാട്ടിലും താഴെയുള്ള കുറച്ച് ഫ്രണ്ട് സർക്കിൾ കിട്ടി. ഇത് വന്നപ്പോഴത്തേക്ക് പുള്ളി ഓവറായിട്ട് കള്ളു കുടിക്കാൻ തുടങ്ങി. അതുവരെ ഉണ്ടെങ്കിലും ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഒരു ടൈം കഴിഞ്ഞ് ഇങ്ങനെ കുറെ സർക്കിൾസ്, പുള്ളിയുടെ വന്ന ഫ്രണ്ട് സർക്കിൾസ്, സത്യം പറഞ്ഞാൽ എനിക്കും വീട്ടിലമ്മയ്ക്കും ആർക്കും ഇഷ്ടമല്ലാത്തൊരു ടൈപ്പ് ഓഫ് ഫ്രണ്ട് സർക്കിൾസ്, ചുമ്മാ കച്ചറ കൂതറ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ കുറെ ഐറ്റങ്ങൾ വന്ന് ചാടി. അത് പ്രത്യേകിച്ച് അച്ഛൻ ഞങ്ങളുടെ കൂടെ അല്ലായിരുന്നു. അച്ഛന് ബിസിനസ് ഒക്കെ മലപ്പുറത്തായിരുന്നു. അപ്പൊ അവിടെ അത്യാവശ്യം നല്ല ബിസിനസ് സെറ്റിൽഡ് ആയിരുന്നു. ഞങ്ങൾ അവിടെ പോയായിരുന്നു. അച്ഛൻ വല്ലപ്പോഴും നാട്ടിലേക്ക് വരും. ആലപ്പിയാണ് എൻ്റെ നാട് വരുന്നത്, പ്രോപ്പർ സ്ഥലം. അപ്പൊ ഇങ്ങോട്ടേക്ക് വരും. അപ്പം വല്ലപ്പോഴും ഇവിടെ വന്ന് നിൽക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് കുറച്ച് ഫ്രണ്ട്സ്, ഇത് കഴിയുമ്പോൾ ഇവരെ വിട്ടു. പിന്നെ അച്ഛൻ്റെ ബിസിനസ് ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനെ ഇവന്മാരെ അങ്ങോട്ട് വിടത്തില്ല. കൂടുതലും ഇവിടെ നിർത്തി അച്ഛൻ വന്നു കഴിഞ്ഞാൽ കുപ്പി എടുക്കുന്നു, കള്ളു കുടിക്കുന്നു. ഇതങ്ങ് സ്ഥിരം പരിപാടിയായി.
അച്ഛൻ ഇതിലങ്ങ് വീണു. കാരണം കൂട്ടുകാരുമായിട്ട് എൻജോയ്മെന്റ്. സോ പുള്ളി കൂടുതലും അതിനകത്തോട്ട് അങ്ങ് വീണു. എന്നിട്ട് ചെറിയ ചെറിയ ബിസിനസ് നാട്ടിൽ തുടങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഈ ബിസിനസ്സുകൾ നോക്കാൻ കൂട്ടുകാരെ തന്നെ അങ്ങ് നിർത്തി. എങ്ങനെ ഉണ്ടായിരിക്കും? നല്ല മുച്ചൂടും അവന്മാര് മാന്തിക്കൊണ്ട് അങ്ങ് പോയി. ഈ പുള്ളിക്ക് ഒരു കുപ്പി മേടിച്ചു കൊടുത്താൽ മതി, ഹാപ്പി. ലാസ്റ്റ് ഒരു അവസ്ഥ എത്തി എൻ്റെ അച്ഛന്. അതായത് 24/7 ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ 1:30-ക്കും 3 മണിക്കും ഒക്കെ ഇരുന്ന് കള്ള് കുടിക്കുന്ന എൻ്റെ ഒരു അച്ഛനെ. ഞാൻ എൻ്റെ ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് അപ്പം കാണുന്നത്, +2 അല്ല, ഒരു 10ാം ക്ലാസ് തൊട്ടേ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഒരു +2 ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പിന്നെ കാണുന്നത് വീട്ടിൽ ഒരു പരിധിയിൽ കൂടുതൽ നടക്കുന്ന അക്രമമാണ്. ഡാഡി കൂളിന്റെ വക അമ്മയുടെ നേർക്കുള്ള അക്രമം. ഈ സാധനം ഭയങ്കരമായിട്ട് കണ്ട് വെറുക്കാൻ തുടങ്ങി. ലാസ്റ്റ് എൻ്റെ ഒരു ഡിഗ്രി ടൈമിനൊക്കെ മുമ്പാന്ന് തോന്നുന്നു, +2 കഴിയുന്ന ആ ഒരു ടൈമിൽ, +2 കഴിഞ്ഞ് ആ ഡിഗ്രി സ്റ്റാർട്ടിങ് ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛനെ നമ്മള് DA ഡിക്ഷൻ സെന്ററിൽ അച്ഛനും പറഞ്ഞു അച്ഛനൊരു മാറ്റം വേണം. അച്ഛന് തന്നെ മനസ്സിലാവാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അച്ഛൻ തന്നെ ഇങ്ങോട്ട് പറയുന്നു, ഞങ്ങളും പറയുന്നു നമുക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ വരുന്നു. ഞങ്ങളെ DA ഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി. അവിടെ പോയി ആ DA ഡിക്ഷൻ സെന്ററിൽ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനൊന്ന് ഓക്കെ ആയി തുടങ്ങി. കാരണം ഈ സാധനം കുടിക്കുന്നില്ലല്ലോ. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അവിടുന്ന് തന്നെ നമ്മളോട് പറഞ്ഞു ഇനി അച്ഛൻ പുറത്തിറങ്ങിയിട്ട് കഴിക്കരുത്, കഴിക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ കഴിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവിടുന്ന് ആ ഒരു കുറച്ച് ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ ആയി, പുറത്തിറങ്ങി, പുറത്ത് വന്ന് വീട്ടിലിരിക്കുകയാണ്. ഒരു 10-15 ദിവസത്തോളം അച്ഛൻ കൂളായിട്ടിരുന്നു. അച്ഛൻ ബിസിനസ്, അപ്പോഴും മലപ്പുറത്ത് ബിസിനസ് ഒക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നില്ല, നാട്ടിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ ആളുണ്ട് നോക്കാനൊക്കെ ആയിട്ട്. കുറച്ച് ദിവസം നിൽക്കുന്നു, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന്റെ കുടുംബത്തിലെ ഒരു സുന്ദര കില്ലാടിയുണ്ട്. ഈ കില്ലാടി മോന്റെയിലാണ് ഇപ്പം പകുതി ബിസിനസ് ഒക്കെ അവൻ കൊണ്ടുപോയി, ഇവിടുത്തെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. ഇവൻ വന്നിട്ട് വീണ്ടും കൊണ്ടുപോയി നല്ല സുന്ദരമായിട്ട് അങ്ങ് കുടിപ്പിച്ചു. ഭയങ്കര സ്നേഹമുള്ള കുടുംബക്കാരൻ. എന്തായാലും അവൻ സുന്ദരനാ. അവൻ ഇപ്പോഴും ഞാൻ കാണാറുണ്ട്. ഇപ്പോഴും അവൻ അവിടുന്ന് ഒക്കെ വാക്കിനെ ഒന്ന് വിളിച്ചോണ്ട് പോകാറുണ്ട്. ഇപ്പൊ ഇടയ്ക്കൊക്കെ വരും അച്ഛൻ ഇവിടെ വീട്ടില്. ആ സമയത്തും വിളിച്ചോണ്ട് അങ്ങ് പോകും. ഇപ്പൊ ഇവിടെ അല്ല, ബിസിനസ് ഒക്കെ പോയി അതിനുശേഷം ഇപ്പൊ ഒരിടത്ത് ജോലിക്ക് പോവുക. ഇതെല്ലാം കാരണം എവിടുന്നാണെന്നറിയോ? ഈ മദ്യം എന്ന് പറയുന്ന സാധനം. ഈ റിപ്പോർട്ടർ ചേട്ടന്മാരും കുറെ ആളുകൾ പറയുന്ന വലിയ കുഴപ്പമില്ലാത്ത, മനുഷ്യർക്ക് വലിയ ദൂഷ്യം ഒന്നും ചെയ്യാത്ത ഈ കള്ളെന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് നമുക്ക് ഉണ്ടായതാണ് ഈ ഒരു അവസ്ഥ നമ്മുടെ വീട്ടില്. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഇപ്പൊ ഞാനും അച്ഛനും ഞങ്ങൾ നേരെ കാണത്തില്ല. കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് പ്രശ്നമാണ്. കാരണം ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു വീട്ടിലാണല്ലോ, അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. പുറത്ത് നിൽക്കുന്ന നാട്ടുകാർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ഒരു വീട്ടിൽ താമസിക്കുമ്പോഴേ ആ വീട്ടിൽ നടക്കുന്ന എല്ലാവരുടെയും ഒരു മെന്റാലിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ പ്രോപ്പറായിട്ട്. പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോൾ എന്താണ് ആ വ്യക്തി കുറെ ഉണ്ടാക്കി, അവരെ നമ്മളെന്താ തിരിഞ്ഞു നോക്കാത്തത്. എനിക്ക് വലിയ ആഗ്രഹമാണ് എൻ്റെ അച്ഛനെ എനിക്ക് കൂടെ പിടിച്ചിരുത്തണമെന്ന്. പക്ഷെ ഇരുത്താൻ കൊള്ളത്തില്ല. ഒരു 10 മിനിറ്റ് ഇരിക്കും, 15ാമത്തെ മിനിറ്റ് പുള്ളി വേറെ വർത്താനോ പറയുന്നത്. പുള്ളി ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഭയങ്കരമായിട്ട് വീണു. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എങ്ങനെ ഇത്ര കൂളായിട്ട് പറയുന്നത്. കാരണം ഒരു മനുഷ്യന് അനുഭവിച്ചു കഴിഞ്ഞു, മതിയായി. നമുക്കിനി ഇതിപ്പോ പറയുമ്പോൾ ഒരു ഫീൽ ഇല്ലല്ലോ. ആദ്യമൊക്കെ സങ്കടം ഉണ്ടായിരുന്നു, മാറിയത്. കാരണം ആ വ്യക്തിയുടെ വായിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്കറിയാം. കള്ളിന്റെ പുറത്താണ്, ഹാലുസിനേറ്റ് ചെയ്യാണ്. ഒരു 5 മിനിറ്റ് ഞാനുമായിട്ടിരുന്ന് സമാധാനത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ ഒരു മിനിറ്റിൽ ഈ പുള്ളി വേറെയാ പറയുന്നത്. അതൊരിക്കലും ഞാൻ പറഞ്ഞില്ലേ, ഒരു മകനൊന്നും കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ കാര്യങ്ങള്. അത് നിങ്ങൾക്ക് കേൾക്കുന്ന എത്ര പേർക്ക് മനസ്സിലാവും, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അത് അതിനകത്തൂടെ പോയ ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പുറത്തുനിന്ന് നിൽക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഓഫ്കോഴ്സ് മനസ്സിലാവണമെന്നില്ല, അത് നിങ്ങളുടെ തെറ്റല്ല. ഞാൻ പക്ഷെ ഇവിടെ എൻ്റെ വീടിനടുത്തുള്ള കുറെ നാട്ടുകാരെ ഞാൻ പറയാറുണ്ട്. അത് ഞാൻ ഇനിയും പറയും. കാരണം അവർക്ക് എന്താണെന്നറിയോ, ഇപ്പോഴും ഉണ്ട്, ഞാൻ കാണാറുണ്ട് ഇപ്പോഴും. ഈ അച്ഛന്റെ കുറെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു അതിലും താഴെയുള്ള കുറെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. അച്ഛൻ വന്നു കഴിയുമ്പോൾ മാത്രം, പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളി 24/7 വെള്ളം. പുള്ളിയെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പുള്ളിയെടുക്കാൻ ഒന്ന് സഹായം ചോദിക്കുക. നേരിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഒന്നും സഹായം ചോദിക്കത്തില്ല. ഞാൻ നല്ല ആട്ടാട്ടി വിടും. ചില മക്കളുണ്ട് ഇവിടെ, ഇവന്മാര് അത് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരെയും കുത്തുന്നണക്കായി പോകും. എല്ലാരും ഒന്നും അല്ല കേട്ടോ. ഇവിടെ വീടിന്റെ അടുത്തൊരു ലോട്ടറിക്കാരനുണ്ട്. ഇവൻ അച്ഛൻ വന്നു കഴിഞ്ഞാൽ മാത്രം വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് പോകത്തില്ല. വെറുതെ വന്നാൽ പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്ന കാശ് പകുതി 3/4 രൂപ കൊണ്ടുപോകും. ഉള്ള ലോട്ടറി എല്ലാം കൊടുത്തിട്ട് എന്ത് കാര്യത്തിന്? എൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ നല്ല ആട്ടാട്ടി അങ്ങ് വിടും, നല്ല ആട്ടാട്ടി വിടും.
വേറൊന്നും കൊണ്ടല്ല, താല്പര്യമില്ല. എന്തിനാണ് നമുക്കൊരു കാര്യം താല്പര്യമില്ല, എനിക്കത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു, പിന്നെയും വന്ന് മറ്റേ ഫോഴ്സ് ചെയ്ത് വീട്ടിലേക്ക് വന്ന് ഇത് എന്തോ ഇത്. ഒരാൾ നോ പറഞ്ഞാൽ നോയാ വിട്ടോണം, പിന്നെ ചുമ്മാ അതിനകത്ത് പിന്നെ വരരുത്. ഇത് ഈ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പുള്ളി ഒരുപാട് സ്നേഹം, ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരുപാട് സ്നേഹമാണ് എല്ലാവരോടും. പക്ഷെ അത് മുതലെടുക്കുന്നുണ്ട് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല, ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വയ്യ, പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, കാരണം അതിൻ്റെയൊക്കെ സ്റ്റേജ് കഴിഞ്ഞു പോയി. കാരണം ഇന്ന് പുള്ളി ഹീസ് അഡിക്റ്റഡ് ടു സംതിങ്. ആ ഒരു അവസ്ഥ അത് കണ്ടനുഭവിച്ചവർക്കും അതിനകത്തൂടെ പോയവർക്കും മാത്രമേ മനസ്സിലാവുള്ളൂ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് മാധ്യമങ്ങളുടെ ഒരു ചെറ്റത്തരം, അതും കൂടെ ഞാനൊന്ന് പറഞ്ഞു പോകണം. ഇന്നലത്തെ വിഷയത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാനങ്ങ് പോവാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ലെങ്ത് ആവുന്ന വീഡിയോ ഞാൻ സംസാരിച്ച്, സോ നിർത്തുകയാണ്. ഈ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. 2 പോസ്റ്റേഴ്സ്, ഒരു വിഷയത്തിന്റെ തന്നെ 2 പോസ്റ്റേഴ്സ്. പീഡനം നേരിട്ടതിന്റെ തൊട്ടടുത്ത ദിവസം അതേ പുരുഷനൊപ്പം ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇത് നമ്മുടെ ഡിപ്പോർട്ടർ ചാനലിൽ വന്നതാണ്. ഇത് ഡിപ്പോർട്ടർ ചാനലിൽ വന്നത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചാനൽ ഏതാണ്. ഡിപ്പോർട്ടർ ചാനലിൽ വന്നത് പീഡനം നേരിട്ടതിന്റെ, എടുത്തു പറയാം, പീഡനം നേരിട്ടതിന്റെ എന്നാണ് ഇവരുടെ പോസ്റ്റർ ഉള്ളത്. ഇൻസ്റ്റയിൽ വന്ന പോസ്റ്ററാണ്. ഇനി മാധ്യമത്തിൽ ഇത് വന്നപ്പോ മോശമായ അനുഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം ഉപദ്രവിച്ച ആളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടിയുടെ വെളിപ്പെടുത്തൽ. രണ്ടും ഒരേ വാർത്ത, രണ്ടിന്റെയും സ്റ്റൈല് നിങ്ങൾ കണ്ടോ? ഒരിടത്ത് മോശമായ അനുഭവം, മറ്റൊടത്തത് പീഡനമായി. ഇതിലേതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? ഒന്ന് പറയുക, ഇവിടുത്തെ മാധ്യമം ഒന്ന് പറയുക, ഇതിലേതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? കാരണം രണ്ടും ഡിഫറൻറ്റാണ്, രണ്ടും സെയിം ആണെന്ന് ഇനി ഒരാളിവിടെ പറഞ്ഞുകൊണ്ട് വരരുത്. കാരണം മോശം അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതുണ്ട്. ഒരു രാത്രിയിൽ ഒരു പെൺകുട്ടി മാത്രം താമസിക്കുന്ന ഒരു ഹോട്ടൽ മുറിയിൽ ചെന്ന് കുറെ ആളുകൾ കൈവച്ച് അടിച്ചൊച്ച ഉണ്ടാക്കുന്നത്, അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ആ പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവമാണ്, മനസ്സിലായില്ലേ? അവർ ചിലപ്പോൾ ആ റൂമിനകത്ത് കയറണമെന്നൊന്നുമില്ല, അതൊരു മോശം അനുഭവമാണ്. നേരെ മറിച്ച് പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ലൈംഗികമായിട്ടുള്ള പീഡനം, അതല്ലാതെ മാനസികമായിട്ടുള്ള പീഡനം, ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് എന്ന് ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. ചുമ്മാ ഇരുന്ന് പടച്ചങ്ങ് വിടുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് പോസ്റ്റേഴ്സ് ലൈക്ക് കിട്ടാൻ വേണ്ടി പോസ്റ്റേഴ്സ് അടിച്ച് വിടുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ അടിച്ചു വിടുക. ജനങ്ങൾ ഇവിടെ മണ്ടന്മാരാവുക. ഞങ്ങൾ ഏതാ വിശ്വസിക്കേണ്ടത്? ഒന്ന് പറഞ്ഞതാ. ഇവിടുത്തെ മാധ്യമങ്ങളോടാ ചോദ്യം, ഒന്ന് പറഞ്ഞതാ, ഞങ്ങൾ എന്താ വിശ്വസിക്കേണ്ടത്? ഈ ഒരു കാര്യം കൂടെ എനിക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ തോന്നി, ഞാനത് ഉൾപ്പെടുത്തുന്നു. ആൻഡ് വൺ മോർ, ഒരു തവണയും കൂടെ പറഞ്ഞിട്ട് അങ്ങ് പോവാം. ഇവിടെ മയക്കുമരുന്നുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, എൻ്റെ ഇപ്പം ഷൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞ കണക്ക് തന്നെ എൻ്റെ ഒരു മെന്റാലിറ്റിയിൽ ഈ കള്ളും സിഗരറ്റും എല്ലാം ഒരു ടൈപ്പ് ഓഫ് മയക്കുമരുന്ന് തന്നെയാണ്. ജീവിതം നശിപ്പിക്കാൻ അതിനും പറ്റും, അല്ലാതെ മറ്റേ മെറ്റാഫിറ്റ് അങ്ങനെ അത് മാത്രമൊന്നും അല്ല. സോ ഇതും കൂടെയൊക്കെ ആ ഒരു ഗണത്തിലേക്ക് ഉൾപ്പെടുത്തുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനതാ പറയുന്നത്, ഞാൻ അത്ര വലിയ മാന്യത വല്ലപ്പോഴും കഴിക്കുന്നവരാണ്. ഇല്ലാതായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, എനിക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. വല്ലപ്പോഴും മാസത്തിൽ ഒരു 1-2 പ്രാവശ്യം കഴിക്കുന്നത്, അത് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ നിർത്തുവാണെങ്കിൽ ഇതും കൂടെ നിർത്തിക്കളാം, കുറെ കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.